നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിന് ആവശ്യമുള്ള ചില സബ് തിയറംസ് പറഞ്ഞുകൊണ്ടിരുന്നത് ലെമാസ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ഹാവ് ദ തിയറം ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവരി ഇൻറ്റീജർ n greater than or equal to 2 is either a prime or it can be expressed as a product of primes. ഗ്രേറ്റർ than or equal to ഉള്ള ഏത് ഇൻറ്റിജറും ഒന്നുകിൽ പ്രൈം ആയിരിക്കും, ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. അങ്ങനെ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റാക്കി മാറ്റി എഴുതാം. ഇതാണ് തിയറം പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. n is equal to, ഫസ്റ്റ് കേസ് സപ്പോസ് n is equal to 7. n is equal to 7 എടുക്കുന്നതെങ്കിൽ 7 ഒരു പ്രൈമാണ്. ഇനി പ്രൈം അല്ലാത്ത ആളെയാണ് എടുക്കുന്നതെങ്കിൽ സപ്പോസ് n is equal to 30, and this 30 can be written as 2 into 3 into 5. Now this 30 is a product of primes. ശരിയല്ലേ? ഇപ്പോൾ തിയറം പറയുന്നത് എത്രയേ ഉള്ളൂ. ഗ്രേറ്റർ than or equal to ആയുള്ള ഏത് ഇൻറ്റിജറിനെയും അതൊന്നെങ്കിൽ പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് യുണീക്ക്. ഈ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഇൻ വിച്ച് ദ ഫാക്ടേഴ്സ് ഒക്കർ. ഈ 30 നിങ്ങൾക്ക് ഈ രീതിയിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാറ്റം വരാം എപ്പോഴും. ഇവരെ ഓർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. 2 into 3 into 5 എന്ന് എഴുതുന്നതിന് പകരം 3 into 2 into 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓർഡർ മാറ്റി എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകണം. ഈ പ്രൂഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ലെമാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മുമ്പ് പ്രൈംസ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞ റിസൾട്ടായിരുന്നു ദ ലീസ്റ്റ് പോസിറ്റീവ് ഡിവൈസർ ഡിഫറെൻറ്റ് ഫ്രം 1 ഓഫ് എ കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ. ഒരു കോമ്പോസിറ്റ് നമ്പറിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൽ 1നെ നിങ്ങൾ മാറ്റി വെച്ചാൽ പിന്നെ വരുന്ന ലീസ്റ്റ് ഡിവൈസർ എപ്പോഴും ഒരു പ്രൈം നമ്പർ ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്നൂടെ പറയാം. അത് നമ്മൾ വളരെയധികം ഈ ഒരു പ്രൂഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഇതാണ്, ദ ലീസ്റ്റ് പോസിറ്റീവ് ഡിവൈസർ ഡിഫറെൻറ്റ് ഫ്രം 1 ഓഫ് എ കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, നമുക്ക് പ്രൂഫിലേക്ക് പോകാം. പ്രൂഫിന് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് 2 സെക്ഷനായിട്ടുള്ള. അപ്പോൾ നമുക്ക് പ്രൂഫിന് 2 സെക്ഷൻ ഉണ്ട്. ആദ്യം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കും. റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ എന്താണ്, യുണീക്ക് ആണെന്ന് ഇവിടെ കാണിക്കണം. സോ പ്രൂഫ് നമുക്ക് n തന്നിട്ടുണ്ട്. n ഗ്രേറ്റർ than or equal to നമ്മളെ തന്നിട്ടുണ്ട്. ഗ്രേറ്റർ than or equal to ആയിട്ടുള്ള ഒരു നമ്പർ നിലയിലുണ്ടെങ്കിൽ ആ നമ്പറിന് 2 പോസിബിലിറ്റീസേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് ആ പോസിബിലിറ്റീസ്? n ഒന്നുകിൽ ഇയാൾ പ്രൈം നമ്പർ ആയിരിക്കും, ഓർ അതർവൈസ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഒന്നുകിൽ പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ്. ഐദർ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ, പ്രൂഫായി. ഇനി കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിലോ, n കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ റിസൾട്ട് നമ്മളോട് അപ്ലൈ ചെയ്യും. എന്താ റിസൾട്ട്? ദ ലീസ്റ്റ് ഡിവൈസർ ഡിഫറെൻറ്റ് ഫ്രം 1 ഓഫ് എ കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ ഇയാൾ കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അയാളുടെ 1 അല്ലാത്ത ലീസ്റ്റ് ഡിവൈസർ, ഞാൻ 1 അല്ലാത്ത റിപ്പീറ്റ് ചെയ്യില്ല, ലീസ്റ്റ് ഡിവൈസർ എന്തായിരിക്കും? അത് ഒരു പ്രൈം നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കൂ, n കോമ്പോസിറ്റ് ആണെങ്കിൽ ലീസ്റ്റ് ഡിവൈസർ പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പർ നമുക്ക് P1 എന്ന് പേര് വിളിക്കാം. അപ്പോൾ P1 ഈ n-ൻ്റെ ഒരു ഫാക്ടറാണ്. P1 ശേഷം മറ്റൊരാൾ ഉണ്ടാവുമല്ലോ, അയാൾ നമുക്ക് n1 എന്ന് പേര് വിളിക്കാം. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് n is equal to P1 into n1. n കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഈ n-ൻ്റെ ലീസ്റ്റ് ഡിവൈസർ പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പർ നമ്മൾ P1 എന്ന് പേര് വിളിച്ചു. P1 ശേഷമുള്ള ബാക്കി ഫാക്ടറാണ് n1. സോ n is equal to P1 into n1. ഇനി നിങ്ങൾ ആരെ ശ്രദ്ധിക്കുക? ഈ n1 ശ്രദ്ധിക്കുക. n1 എന്തൊക്കെ പോസിബിലിറ്റി ഉള്ളത്? n1 2 പോസിബിലിറ്റി ഉള്ളത്. n1 ഒന്നുകിൽ പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. n1 പ്രൈം ആണെങ്കിലോ? n1 പ്രൈം ആണെങ്കിൽ കഴിഞ്ഞു. നമ്മളെന്ത് നോക്കിയാൽ n-നെ നമ്മൾ 2 പ്രൈംസിൻ്റെ പ്രൊഡക്റ്റാക്കി മാറ്റി എഴുതി. ശരിയല്ലേ? നോക്കൂ, ഈ n1 2 പോസിബിലിറ്റിയാണ്.
this n1 is either a prime or it is a composite number. Prime number ആണെങ്കിൽ proof ആയി അല്ല. n is expressed as a product of two primes. Proof okay. ഇനി n1 കോമ്പോസിറ്റ് ആണെങ്കിലോ? n1 കോമ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ റിസൾട്ട് അപ്ലൈ ചെയ്യും. ഇറ്റ്സ് ലീസ്റ്റ് ഡിവൈസർ ഡിഫറെൻറ്റ് ഫ്രം 1 വിൽ ബി എ പ്രൈം നമ്പർ. നമുക്ക് n1ൻ്റെ ആ ലീസ്റ്റ് ഡിവൈസറിനെ നമുക്ക് p2 എന്ന് പേര് വിളിക്കാം. n1ൻ്റെ ലീസ്റ്റ് പ്രൈം ഡിവൈസറാണ് p2. സോ p2 ഇൻറ്റു ബാക്കി ഫാക്ടറാണ് n2 ആണ്. ഇതിപ്പോൾ ആരാണ്? ഇത് n1 ആണ്. സോ n1 ഈസ് ഈക്വൽ ടു p2 n2. ഈ n1 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n എന്തായിട്ട് മാറും? നൗ n ഇസ് ഈക്വൽ ടു p1 ഇൻറ്റു n1 ദാറ്റ് ഈസ് ഈക്വൽ ടു p1 ഇൻറ്റു നൗ n1 ഈസ് p2 ഇൻറ്റു n2. p2 n2 ക്ലിയർ അല്ലേ? എന്താ അടുത്ത കമൻറ്റ്? ഈ n2ൻ്റെ അടുത്ത പോസിബിലിറ്റി എന്താ? n2 ഈസ് ഐദർ എ പ്രൈം ഓർ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഈ ഒരു സീക്വൻസ് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് വേണം എഴുതാം. ദിസ് n2 ഹാസ് ടു പോസിബിലിറ്റീസ്. ഐദർ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ ഓർ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പർ ആവാം, കോമ്പോസിറ്റ് നമ്പർ ആവാം. ഓക്കെ അല്ലേ? പ്രൈം ആണെങ്കിൽ എന്താ സ്ഥിതി? പ്രൈം ആണെങ്കിൽ p1ഉം p2 n2 പ്രൈമാണ്. ദാറ്റ് മീൻസ് n ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. കഴിഞ്ഞു. ഇപ്പോൾ പ്രൈം ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇനി എവിടെയുള്ളത്? കോമ്പോസിറ്റ് ആണെങ്കിലോ? സെയിം വർക്ക്. ഇറ്റ്സ് ലീസ്റ്റ് ഡിവൈസർ ഡിഫറെൻറ്റ് ഫ്രം 1 വിൽ ബി എ പ്രൈം നമ്പർ. അയാളെ നമുക്ക് p3 എന്ന പേര് വിളിക്കാം. p3 ബാക്കിയുള്ള ഫാക്ടർ n3. ഓക്കെ അല്ലേ? ഇതാരാണ്? ഇത് n2 ആണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n ഇസ് ഈക്വൽ ടു p1 p2 p3 n3. ഓക്കെ അല്ലേ? ഇനി ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദിസ് n3 ഹാസ് ടു പോസിബിലിറ്റീസ്. ഐദർ ഇറ്റ് ഈസ് എ പ്രൈം ഓർ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. പ്രൈം ആണെങ്കിൽ പ്രൂഫ് കഴിഞ്ഞു, കോമ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതങ്ങനെ ഇൻഫിനിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഫൈനൽ സ്റ്റെപ്പിൽ നിങ്ങൾ എന്തെത്തും? ഈ ഒരു ഫാക്ടറായിട്ട് മാറും. അതൊരു പ്രൈം ഫാക്ടറായിട്ട് മാറും. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് n can be expressed as a product of primes p1 into p2 into p3 etc. up to pr. ഫസ്റ്റിന് പ്രൂഫായി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനുള്ള പ്രൂഫ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ട? ഇനി സെക്കൻഡ് പാർട്ട് എന്താ? ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് യുണീക്ക് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഇൻ വിച്ച് ദ ഫാക്ടേഴ്സ് ഓക്കർ. ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ യുണീക്കാണ്. ആകെ ഒരു മാറ്റേ പാടുള്ളൂ. വരാം ഫാക്ടേഴ്സിനെ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. അതിന് കൂടെ ഒരു പ്രൂഫ് വേണം. അങ്ങനെ റെപ്രസെൻറ്റേഷൻ യുണീക്കാണെന്ന് കാണിക്കാൻ നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ടെക്നിക്ക് ഉണ്ട്. എന്താണ്? രണ്ട് റെപ്രസെൻറ്റേഷൻസ് ഉണ്ടെന്ന് കരുതും. ആ രണ്ട് റെപ്രസെൻറ്റേഷൻസും സെയിം ആണെന്ന് കാണിക്കും. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെയും ചെയ്യുന്നത് അങ്ങനെയാണ്. വി അസ്യൂം ഇഫ് പോസിബിൾ വി അസ്യൂം n ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ഇൻ 2 വേ. രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുന്ന അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ. ഇഫ് പോസിബിൾ യു അസ്യൂം n ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ഇൻ 2 ways and let those 2 ways are n is equal to p1 into p2 p3 etc. up to pr is equal to q1 into q2 into q3 etc. up to q. എവിടെ അവസാനിക്കുക? QR ആണോ? നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് QS എന്ന് എടുക്കാം. അപ്പോൾ ഇത് എന്നിൻ്റെ രണ്ട് പ്രൈം ഫാക്ടറൈസേഷൻസ് ആണ്. വേർ ഈച്ച് പി ഐ ആൻഡ് ഈച്ച് QI ആർ പ്രൈം നമ്പേഴ്സ്. ക്ലിയർ? ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു അസംഷനോടെ കൊടുക്കാം. വേർ p1 less than or equal to p2 less than or equal to etc. up to pr and q1 less than or equal to q2 less than or equal to etc. less than or equal to qs. എന്നാൽ ഈ p1 p2 etc. pr എല്ലാം ഉള്ളത് ഇൻക്രീസിങ് ഓർഡറിലാണ്. ഇതിൽ ലീസ്റ്റ് മെമ്പറാണ് p1. q1 q2 etc. qsൽ അതും ഉള്ളത് ഇൻക്രീസിങ് ഓർഡറിലാണ്. ലീസ്റ്റ് മെമ്പറാണ് q1. ഓക്കെ, അങ്ങനെ എഴുതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമുക്ക് ഓർഡർ മാറ്റി എഴുതാം.
അപ്പോൾ ഇത് ഈ 30 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 3 × 5 എന്ന് എഴുതാൻ നിർബന്ധമില്ല, 5 × 2 × 3 എന്ന് എഴുതാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ പ്രൂഫിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇത് എഴുതിക്കുന്നത് ഇൻക്രീസിങ് ഓർഡറിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഫാക്ടേഴ്സിൽ ഏറ്റവും ലീസ്റ്റാണ് ഇയാൾ, തൊട്ട് പുറകെ ഇയാൾ, അങ്ങനെ പോകും. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ദിസ് ടേം ഈസ് ഈക്വൽ ടു ദിസ് ടേം. LHSനെ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ LHSനെ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? സംശയം നിങ്ങൾ ഡിവൈഡ് നോക്കുക. ഈ LHS നിങ്ങൾ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. P1 ക്യാൻസൽ ചെയ്യും. ദാറ്റ് മീൻസ് LHS ഈസ് ഡിവിസിബിൾ ബൈ P1. പക്ഷേ LHS ഈക്വൽ ടു RHS അല്ലേ? ദാറ്റ് മീൻസ് RHS ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ P1. സോ ദിസ് ഇംപ്ലൈസ്, ഇതൊരു ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റെപ്പാണ്, ദിസ് ഇംപ്ലൈസ് P1 ഡിവൈഡ്സ് Q1 into Q2 into etc. up to QS. മനസ്സിലായിട്ടോ? LHS ഈസ് ഡിവിസിബിൾ ബൈ P1, LHS ഈക്വൽ ടു RHS, സോ RHS ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ P1. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, തൊട്ട് മുമ്പത്തെ വീഡിയോയിലെല്ലാം നോക്കി, P1 ഈ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ 2 ലെമയും ഒരു കൊറോളറിയും പറഞ്ഞിട്ടുണ്ട്. ഇതാ കൊറോളറിയാണ്. P1 ഡിവൈഡ്സ് ദീസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. എന്തായിരുന്നു കൊറോളറി പറഞ്ഞത്? P1 ഈ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P1 ഷുഡ് ബി 1 എമംഗ് ദീസ് പ്രൈം നമ്പേഴ്സ്. P1 ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ P1 ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? P1 ഒരു പക്ഷേ Q1 ആവാം, P1 ഒരു പക്ഷേ Q2 ആവാം, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, P1 ഒരു പക്ഷേ Q3 ആവാം, എക്സെട്ര. P1 ഒരു പക്ഷേ QS ആവാം. ശരിയല്ലേ? അപ്പോൾ P1 പോസിബിലിറ്റീസ് P1 Q1 ആവാം, P1 Q2 ആവാം, എക്സെട്ര P1 QS വരെ ആവാം. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, P1 Q1 ആവാം, അടുത്ത ആളാരാ? P1 Q2 ആവാം, Q3 ആവാം. പക്ഷേ ഇതിൽ ഏറ്റവും ചെറിയ ആളാരാ? Q1 ആണ്. ഇനി P1 Q2 ആണെങ്കിലും എനിക്ക് ഇങ്ങനെ എഴുതാം, P1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 എഴുതാം. ഇത് ശരിയാണോ? P1 ഉള്ള പോസിബിലിറ്റീസ് Q1 ആവാം, Q2 ആവാം, Q3 ആവാം. ഈ Q2, Q3, Q4 ഒക്കെ ആരെക്കാളും ഗ്രേറ്ററാണ്? Q1നേക്കാളും ഗ്രേറ്ററാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും P1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ശരിയല്ലേ? ഇനി ഞാൻ RHSലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, RHS ഈസ് ഡിവിസിബിൾ ബൈ Q1. സംശയത്തെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ Q1 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ Q1 ക്യാൻസൽ ചെയ്യും. RHS ഈക്വൽ ടു LHS. സിൻസ് RHS ഈസ് ഡിവിസിബിൾ ബൈ Q1, LHS ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ Q1. ശരിയല്ലേ? Now Q1 ഡിവൈഡ്സ് P1 into P2 into etc. up to PR. വീണ്ടും പഴയ കൊറോളറി. Q1 ഈ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ Q1 ഷുഡ് ബി 1 എമംഗ് ദീസ് പ്രൈംസ്. ഇതിലേതെങ്കിലും ഒരു പ്രൈം ആയിരിക്കണം. അപ്പോൾ Q1 P1 ആവാം, Q1 P2 ആവാം, എക്സെട്ര Q1 PR വരെ ആവാം. ശരിയല്ലേ? പക്ഷേ ഈ P2, P3, PR ഒക്കെ ആരെക്കാളും ഗ്രേറ്ററാണ്? P1നേക്കാളും ഗ്രേറ്ററാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? Q1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P1 ആണ്. ഇക്വേഷൻ നമ്പർ 2. ഈ 1ഉം 2 നിങ്ങൾ കമ്പൈൻ ചെയ്ത് 1ഉം 2 കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? P1 ഈസ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് P1 ഈസ് ഈക്വൽ ടു Q1. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നോക്കൂ, ഈ ഒരു പ്രൊഡക്റ്റിൽ ആർക്ക് ഈക്വലാണ്? P1 Q1 ഈക്വലാണ്. P1 Q1 ഈക്വലാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ P1ഉം Q1ഉം ക്യാൻസൽ ചെയ്യും. ശരിയല്ലേ? ബാക്കി എന്താ കിട്ടുക? ബാക്കി നമുക്ക് കിട്ടുന്നത് P2 into P3 into etc. up to PR is equal to Q2 into Q3 etc. up to QS എന്ന് കിട്ടും. ശരിയല്ലേ? അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എയിം എന്താ? നമ്മൾ P2 Q2 ഈക്വലാണെന്ന് കാണിക്കും. ഇതേ മാർഗത്തിൽ കാണിക്കും. അത് ഞാൻ എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ. LHS ഈസ് ഡിവിസിബിൾ ബൈ P2. സംശയമുണ്ട്, P2 ഡിവൈഡ് ചെയ്യുക, P2 ക്യാൻസൽ ചെയ്യും. LHS ഈക്വൽ ടു RHS ആണ്. അപ്പോൾ LHSനെ P2 ഡിവൈഡ് ചെയ്യുമെങ്കിൽ തീർച്ചയായും RHSനും P2 ഡിവൈഡ് ചെയ്യും. സോ P2 ഡിവൈഡ്സ് ദിസ് ടേം. ഈ ഒരു ലെമ യൂസ് ചെയ്യും. P2 ഡിവൈഡ് ദിസ് ടേം മീൻസ്
P2 is one among those primes. അപ്പോൾ P2ന് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? P2ന് Q2 ആവാം, Q3 ആവാം, എക്സെട്രാ അപ് ടു QS വരെ വരാം. തീർച്ചയായിട്ടും P2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q2 ആണ്. തിരിച്ചും പറയും, Q2 ഗ്രേറ്റർ ആണെങ്കിൽ P2 കിട്ടും. സോ ദാറ്റ് P2 ഈസ് ഈക്വൽ ടു Q2. P2 ക്യാൻസൽ ചെയ്യും, ബാക്കി കിട്ടും. ഈ വർക്ക് നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ എവിടെ എത്തുക? ലാസ്റ്റ് എത്തി നോക്കൂ. ഇവിടെ നമ്മൾ 6 P1 P2 എക്സെട്രാ 6 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇവിടെ S ഫാക്ടേഴ്സാണ് ഉള്ളത്. എവിടെയാണോ കുറവുള്ളത് അവിടെ തീരും, ശരിയല്ലേ? അപ്പോൾ ഇവിടെയാണ് 6 കുറവെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ അവസാനം ബാക്കി എന്ത് വരും? 1 വരും. ഇവിടെ കുറേ ടേംസ് ഉണ്ടാവും, ശരിയല്ലേ? ഇനി ഈ S ആണ് ചെറുതെങ്കിൽ ഇവിടെ 1 വരും, ബാക്കി ടേംസ് ഇവിടെയും വരും. നമുക്ക് അസ്യൂം ചെയ്യാം R ആണ് ചെറുതെന്ന് കരുതിക്കോ. അസ്യൂം R ഈസ് ലെസ് ദാൻ S. അസ്യൂം R ഈസ് ലെസ് ദാൻ S. R ഈസ് ലെസ് ദാൻ S ആണെങ്കിൽ ഈ പ്രൊസീജിയർ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പീകളെല്ലാം ക്യാൻസൽ ചെയ്യും. പിന്നെ അവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 1 ഉണ്ടാവുക. സോ വി വിൽ അറൈവ് അറ്റ് എ സ്റ്റേജ് അറ്റ് വിച്ച് 1 is equal to നോക്കൂ, ഇവിടെ Q1 Q2 എക്സെട്രാ അപ് ടു QR വരെയുള്ള ടേംസ് നമ്മൾ കട്ട് ചെയ്യും. ബാക്കി അവിടെ ആരാ ഉണ്ടാവുക? ബാക്കി അവിടെ ഉണ്ടാവുക QR+1, QR+2 എക്സെട്രാ അപ് ടു QS വരെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം നമ്മളിവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രശ്നമുണ്ട്. ഇതൊക്കെ എന്താണ്? പ്രൈംസാണ്. കുറേ പ്രൈംസിൻ്റെ പ്രൊഡക്റ്റിന് എപ്പോഴെങ്കിലും 1 ആകാൻ പറ്റുമോ? 1 ആകാൻ കഴിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പ്രശ്നം വരാൻ കാരണം? ഇത് പോസിബിൾ അല്ല. പിന്നെ എന്തേ പോസിബിൾ ആവുള്ളൂ? R ഈസ് ഈക്വൽ ടു S ആണ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ പ്രൈംസ് എല്ലാം ഈക്വലാണ്. Rഉം Sഉം ഒക്കെ എന്താണ്? സെയിം ആണ്. ദാറ്റ് മീൻസ് അവർ റെപ്രസെൻറ്റേഷൻ ഈസ്